യെസ്, പത്രവിശേഷങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നോക്കാം. രാഖി, ഏത് പത്രമാണ് ആദ്യം നോക്കുക? നമുക്ക് എന്തായാലും ആദ്യം ഒന്ന് മാതൃഭൂമിയിൽ നിന്ന് തുടങ്ങാം. മാതൃഭൂമിയിലെ ആദ്യത്തെ പ്രധാന പേജിലെ വാർത്ത എന്ന് പറയുന്നത് അവരുടെ മാസ്റ്റർ ഹെഡ് എന്ന് പറയുന്നത് ഹോർമൂസ് പൂട്ട് തുറക്കാൻ എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും ഒടുവിലായി പറഞ്ഞ് അവസാനിപ്പിച്ച വാർത്തയാണ്. ഇറാന് അമേരിക്ക നൽകുന്ന അന്ത്യശാസനമാണ്. 48 മണിക്കൂറിനകം തുറക്കണം. അന്ത്യശാസനവുമായി ട്രംപ് ഭീഷണി തള്ളി ഇറാൻ എന്നുള്ള വാർത്തയാണ്. ഇറാൻ പ്രതിനിധിയുടെ ഒരു വാക്ക് അവർ കോട്ട് ചെയ്തിട്ടുണ്ട്: ശത്രുക്കൾക്കൊഴികെ തുറന്നു തന്നെ കിടക്കും എന്നുള്ളത്. എന്തായാലും ഇതിനിടയിൽ ഭാരതത്തിൻ്റെ എണ്ണക്കപ്പലുകൾ ഈ ഒരു ഹോർമൂസ് കടലിടുക്ക് കടന്നു വന്നു എന്നുള്ളത് കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് പറയണം. എന്തായാലും ആഗോള ചരക്ക് നീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമൂസ് കടലിടുക്ക് അടച്ചതിനെ തുടർന്നുണ്ടായ ഇന്ധന പ്രതിസന്ധിയാൽ ലോക രാജ്യങ്ങൾ വലയവേ ഇറാൻ അന്ത്യശാസനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്നുള്ളതാണ് അമേരിക്കയുടെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് മാതൃഭൂമി നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത. ഇത് നമ്മൾ ഉൾപേജുകളിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായും തെരഞ്ഞെടുപ്പിന് വേണ്ടി അവർ പേജുകൾ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം തന്നെ നാട്ടുവർത്തമാനത്തിൽ ദർശന സായുജ്യമായി കൊല്ലങ്കോട് തൂക്കം എന്നുള്ളതാണ്. ഒപ്പം തന്നെ ശാർക്കര മീനഭരണി ഉത്സവത്തിന് ഭക്തി നിർഭരമായ സമാപനം എന്നുള്ള വാർത്തയും നൽകിയിട്ടുണ്ട്. എന്തായാലും ഉൾപേജുകൾ വളരെ പ്രാധാന്യത്തോടു കൂടി നൽകിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് വാർത്തകൾ തന്നെയാണ്. ഇനി നമ്മൾ അന്താരാഷ്ട്ര വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാർത്തയും വീക്ഷണം എന്ന പേജിലേക്ക് പോയി കഴിഞ്ഞാൽ, പശ്ചിമേഷ്യ മന്ത്രിതല യോഗം വിളിച്ച് പ്രധാനമന്ത്രി എന്നുള്ളതാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ പെട്രോളിയം, പാചകവാതകം, ഊർജം, വളം മേഖലകളിലെ അവസ്ഥ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മന്ത്രിതല യോഗം വിളിച്ചു. രാജ്യവ്യാപകമായി ഇവയുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കാനാണ് യോഗം ഊന്നൽ നൽകിയത്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കമാണ് മന്ത്രിസഭാ യോഗം പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ് എന്നുള്ളതാണ് ആ വാർത്തയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. PNG കണക്ഷൻ വേഗത്തിലാക്കും എന്നുള്ള ഒരു ചെറു വാർത്തയും അവർ നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം പാചകവാതക സിലിണ്ടറുകളുടെ വിതരണത്തിലെ പ്രതിസന്ധി മറികടക്കാൻ PNG കണക്ഷനുകൾ വേഗത്തിലാക്കാൻ സർക്കാർ PNG അപേക്ഷകളിൽ 10 ദിവസത്തിനകം തീർപ്പാക്കാൻ നഗര ഗ്യാസ് വിതരണക്കാരോട് പെട്രോളിയം സുരക്ഷാ ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, ഇത്തരത്തിലുള്ള പല നീക്കങ്ങളും ഇതിനിടയിൽ നടത്തുന്നുണ്ട്. മനഃപൂർവ്വമായ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു ശ്രമത്തിലാണ് സർക്കാർ എന്നുള്ളതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുണ്ടായിരുന്നു. അത് മറ്റു മാധ്യമങ്ങളെല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് കൈകാര്യം ചെയ്തതും. അധികാരത്തിൽ 8931 ദിവസം കൂടുതൽ കാലം ഭരണത്തലവനായി മോദി എന്നുള്ള വാർത്ത മാതൃഭൂമി കൈകാര്യം ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തും കേന്ദ്രത്തിലുമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന് കൂടുതൽ കാലം നേതൃത്വം നൽകിയെന്ന റെക്കോർഡിന് ഉടമയായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രധാനമന്ത്രി എന്ന നിലയിലുമായി 8931 ദിവസം സർക്കാരുകൾക്ക് മോദി നേതൃത്വം നൽകി. 8930 ദിവസം സർക്കാരിന് നേതൃത്വം നൽകിയ സിക്കിം മുൻ മുഖ്യമന്ത്രി പവൻകുമാർ ചംലിംഗിന്റെ റെക്കോർഡാണ് അദ്ദേഹം മറികടന്നത്. ഇതാണ് വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ മാതൃഭൂമി നൽകിയിട്ടുള്ള വാർത്ത. ഒപ്പം തന്നെ സ്പോർട്സ് പേജിൽ കറ്റാല ഔട്ട് എന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്ത. ഇനി നമുക്ക് മനോരമയിൽ എന്തുണ്ട് എന്നുള്ളത് നോക്കാം. മനോരമയിൽ രാഖി, ആദ്യം തന്നെ ഈ കറണ്ട് കണക്ക് പാളുന്നു എന്നത് സംബന്ധിച്ച് വൈദ്യുതിയുമായി ബന്ധപ്പെട്ടുള്ള ചില ആശങ്ക ഉണ്ടാക്കുന്ന വാർത്ത മനോരമ അവരുടെ ആദ്യത്തെ പേജിൽ നൽകിയിരിക്കുകയാണ്. വൈദ്യുതി ആവശ്യകത തിട്ടപ്പെടുത്താനാകാതെ KSEB എന്നുള്ളതാണ്. വാങ്ങിയിലെ ഏറ്റക്കുറച്ചിലുകൾ, അതായത് ഈ കറണ്ട് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ കൃത്യമായി KSEBയുടെ കൈകളിൽ ഇല്ലാത്തത് ഒരുപക്ഷെ അത് വലിയ തോതിലുള്ള പാളിച്ചകൾ ഭാവിയിൽ ഉണ്ടാക്കിയേക്കാം എന്നൊരു സന്ദേശം നൽകുന്നൊരു വാർത്തയാണ് മലയാള മനോരമ അവരുടെ ആദ്യത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. പിന്നീട് തീർച്ചയായിട്ടും ഉൾപേജിലേക്ക് വരുന്ന ഉടനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് തന്നെയാണ് മനോരമ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ജോസ് കെ മാണിയുടെ ഒരു അഭിമുഖം, LDFൽ ഹാപ്പി, തുടർഭരണം വരും എന്ന് പറയുന്ന ജോസ് കെ മാണിയുടെ ഒരു അഭിമുഖം നൽകിയിട്ടുണ്ട്. പാലയിൽ അദ്ദേഹം സ്ഥാനാർത്ഥി കൂടിയാണ്. കാരണം ഒരിടയ്ക്ക് LDF വിടും, മാണി ഗ്രൂപ്പ് വീണ്ടും UDFിലേക്ക് എത്തുമെന്ന വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മുന്നണി വിട്ടിട്ടില്ല. അപ്പോൾ മുന്നണിയിൽ താൻ ഹാപ്പിയാണെന്ന് ജോസ് കെ മാണി പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഇന്റർവ്യൂ മനോരമ നൽകിയിട്ടുണ്ട്. ഒപ്പം രാഖി നേരത്തെ മാതൃഭൂമിയിൽ പറഞ്ഞതുപോലെ തന്നെ മനോരമയുടെയും അകത്ത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മാത്രമായിട്ടൊരു പ്രത്യേക പേജ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ശ്രദ്ധേയമായ ഒന്ന്, KPCC പ്രസിഡന്റുമാരുടെ മത്സര ചിത്രം അവർ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതുവരെ കേരളത്തിലെ KPCC അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്ന ആളുകൾ
എത്ര തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, അവർ പരാജയപ്പെട്ടതിൻ്റെയും വിജയിച്ചതിൻ്റെയും ഒക്കെ കണക്കുകളാണ് നിരത്തുന്നത്. കാരണം ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും ഇത്തവണ മത്സര രംഗത്തുണ്ട്. അതുകൊണ്ട് മുൻ KPCC പ്രസിഡന്റുമാരുടെ മത്സര ചരിത്രം മനോരമ പറയുന്നുണ്ട്. ഒപ്പം ആരോപണം കടുപ്പിച്ച് കോൺഗ്രസ് സർവം ഡീൽ എന്നാണ് പറയുന്നത്. കാരണം ഡീലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആരോപണങ്ങൾ, പാലക്കാട് ഉൾപ്പെടെ 10 സീറ്റിൽ CPM BJP ധാരണ എന്ന VD സതീശിന്റെ ആരോപണം. കാരണം മനോരമയെ സംബന്ധിച്ച് കോൺഗ്രസിനെ ബാക്ക് ചെയ്യുന്ന ഒരു പത്രം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും. ഒരു മുൻകൂർ ജാമ്യമാണ് പാലക്കാട്. അതെ സതീശൻ പറയുന്നത്. അപ്പം മനോരമ ആ വാർത്തയെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് തോന്നുന്നു അവിടെ ശരിക്കും ഒരു ഡീലുണ്ട് എന്ന രീതിയിൽ, കോൺഗ്രസിന് അനുകൂലമായ രീതിയിലാണ് ആ വാർത്തയെ കൊണ്ടുപോകുന്നത്. ഒപ്പം തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ബന്ധപ്പെട്ടാണ് അകത്ത് ഒരുപാട് കാര്യങ്ങൾ മനോരമ കൊടുത്തിരിക്കുന്നത് കാണാം. ശബരിമല വിഷയം ഇല്ലെന്ന് NDA സ്ഥാനാർത്ഥി പറയുന്നതായൊക്കെ റാന്നി മണ്ഡലത്തിലേക്ക് ചില പരാമർശങ്ങളാണ്. ഒപ്പം തെരഞ്ഞെടുപ്പിൻ്റെ വാർത്തകൾ കഴിഞ്ഞ് നേരെ സ്പോർട്സ് പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കറ്റാല ഔട്ട് എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനെ മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് സ്പോർട്സ് പേജിൽ. മാതൃഭൂമിയിലുള്ള അതേ തലക്കെട്ട് തന്നെയാണ് അവർ നൽകിയത്. അതെ കറ്റാലയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. എന്തായാലും നമുക്ക് വളരെ വേഗം ജന്മഭൂമിയിലെ വാർത്തകളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. പ്രധാനപ്പെട്ട വാർത്ത തീർച്ചയായും LPG വിതരണം തടസ്സമില്ലാതെ തുടരും എന്നുള്ള മാസ്റ്റർ ഹെഡോടുകൂടി പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തെക്കുറിച്ചുള്ള വാർത്ത തന്നെയാണ് ജന്മഭൂമി പ്രാധാന്യത്തോടുകൂടി നൽകിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് LPG വിതരണം തടസ്സമില്ലാതെ തുടരാനുള്ള നടപടികൾ ശക്തമാക്കുകയാണ് കേന്ദ്രം. നേരത്തെ നമ്മൾ മാതൃഭൂമിയിൽ പറഞ്ഞതുപോലെയുള്ള ഇപ്പോൾ പെട്രോളിയം ആയിക്കോട്ടെ, ക്രൂഡ് ഓയിൽ ആയിക്കോട്ടെ, വാതകം, ഊർജ്ജം, വളം തുടങ്ങിയ മേഖലകളിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനാണ് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്നലെ ഉന്നതതല യോഗം ചേർന്നത്. ആ യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ചയായതെല്ലാം തന്നെ വിശദമായി വാർത്തയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പിണറായിയുടെ ചെറ്റത്തരം പ്രയോഗം CPM-നെ വെട്ടിലാക്കി എന്നുള്ളതാണ്. എന്തായാലും പ്രയോഗങ്ങളുടെ കാര്യത്തിൽ CPM ഒട്ടും തന്നെ പിന്നിലല്ല, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി എന്നുള്ളത്. പരനാറി പ്രയോഗത്തിന് ശേഷം ചെറ്റപ്രയോഗം, അതെ ചെറ്റത്തരം പ്രയോഗം. എന്തായാലും P. ശിവപ്രസാദിന്റെ റിപ്പോർട്ടാണ് അത്. ആ CPM-നെ എങ്ങനെയാണ് ഇത്തരം പ്രയോഗങ്ങൾ വെട്ടിലാക്കുന്നത്, പക്ഷേ ഇവരിതെല്ലാം ഒരു പൊൻതൂവലാക്കി മാറ്റുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ചേർത്ത് പറയണം. ഓരോ പാർട്ടിയുടെ അണികൾക്ക് വേണ്ടത് വേണമല്ലോ നേതാക്കൾ കൊടുക്കാൻ. എനിക്ക് തോന്നുന്നത് അവരിതൊക്കെ വലിയ കയ്യടിയോടെയാണ് ഇതൊക്കെ സ്വീകരിക്കുന്നത്. അതിപ്പോ എന്ത് അസഭ്യമായാലും കുഴപ്പമില്ല എന്നുള്ള ഒരു സാഹചര്യമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലയളവിൽ പരമാവധി മാന്യതയും പക്വതയും പുലർത്താൻ അണികൾക്ക് നിർദ്ദേശം നൽകിയ CPM-നെ വെട്ടിലാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചെറ്റത്തരം പരാമർശം എന്നുള്ളതാണ് ആ വാർത്തയുടെ ഉള്ളടക്കം. മുതിർന്ന നേതാവും മുൻമന്ത്രിയുമായ G. സുധാകരൻ CPM വിട്ട് UDF പിന്തുണയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാഹചര്യത്തിലാണ് സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ പിണറായി വിജയൻ ചെറ്റത്തര പരാമർശം നടത്തിയത് എന്നുള്ളതാണ്. എന്തായാലും ഗൗതം, ഒരു കാര്യം കൂടി നമ്മൾ ചേർത്ത് പറയേണ്ടതാണ്. കാരണം ഒരു ഇന്നോവ തിരിയുന്നതിന് പകരം ചെറ്റത്തരം പരാമർശത്തിൽ ഒതുക്കിയെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. സുധാകരന്റെ നല്ല സമയമാണ്. നമുക്ക് നേരെ കേരള ഒരു വാർത്തയിലേക്ക് കൂടി പോകാം ഗൗതം. ജനസേവകനായി 8931 ദിനങ്ങൾ, പുതിയ ചരിത്രം എഴുതി പ്രധാനമന്ത്രി. നമ്മൾ മാതൃഭൂമിയിൽ പറഞ്ഞതുപോലെ വളരെ പ്രാധാന്യത്തോടുകൂടി തന്നെ പത്രങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള വാർത്തയാണ്. പ്രധാനമന്ത്രി ഒരു റെക്കോർഡാണ് ഇക്കാര്യത്തിൽ സ്വന്തമാക്കിയത് എന്നുള്ളതാണ്. 24 വർഷത്തിലേറെ സിക്കിം മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച പവൻകുമാർ ചരിത്രമാണ് അവിടെ തിരുത്തി എഴുതിയത് എന്നുള്ളതാണ്. ഓക്കെ, നേരെ കേരള കൗമുദിയിലേക്ക് കൂടി വളരെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ യുവതീ പ്രവേശന വിലക്ക് പാലിക്കണം എന്ന് തന്ത്രി രാജീവർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയൊരു വാർത്ത കേരള കൗമുദി നൽകിയിട്ടുണ്ട്. അതായത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അവിടെ നിലനിൽക്കുന്ന ആചാരത്തിൽ ഒരു തരത്തിലുമുള്ള മാറ്റം വരുത്തേണ്ടതില്ല എന്ന് തന്ത്രി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കൃത്യമായൊരു നിലപാടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം യുവതീ പ്രവേശനത്തിന് വിലക്ക് ശബരിമലയിലുണ്ട്. അവിടുത്തെ നൈഷ്ഠിക ബ്രഹ്മചാരി പ്രതിഷ്ഠയാണ്. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ആചാരം, ഇപ്പോഴുള്ള ആചാരത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല എന്ന് സത്യവാങ്മൂലം തന്ത്രി നൽകിയിരിക്കുകയാണ്. ആ കാര്യം കേരള കൗമുദി അവരുടെ ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം നേരത്തെ നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട എല്ലാ പത്രങ്ങളും നൽകിയിരിക്കുന്ന കാര്യമാണ്. ഭരണത്തിൽ മോദിക്ക് റെക്കോർഡ് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മറ്റ് റെക്കോർഡുകൾ കൂടി കേരള കൗമുദി എടുത്തു പറയുന്നുണ്ട്. ഒന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഭരണാധികാരി എന്ന നിലയിൽ ഇരുന്നു എന്ന ആ റെക്കോർഡ് മോദിക്കുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കാലം ഗുജറാത്ത് മുഖ്യമന്ത്രി, അതായത് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് അദ്ദേഹം എത്തുന്നത് 2001 2001 ഒക്ടോബർ മാസം 6-ാം തീയതി ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദി പിന്നീട് നമുക്കറിയാവുന്നതുപോലെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ വിജയത്തോടു കൂടി 2014 മെയ് മാസത്തിലാണ് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നത്. അപ്പം ഏതാണ്ട് 12 വർഷവും 227 ദിവസവും ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി ഉണ്ടായിരുന്നു. ആ കാര്യം കേരള കൗമുദി പറയുന്നുണ്ട്. ഒപ്പം സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച
ആദ്യത്തെ പ്രധാനമന്ത്രി എന്നതാണ്. കാരണം 1950 സെപ്റ്റംബർ മാസം 17-ാം തീയതിയാണ് ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ജനിക്കുന്നത്. അപ്പോൾ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ജനിക്കുന്ന പ്രധാനമന്ത്രി എന്ന ആ കാര്യം ഇവിടെ കേരള കൗമുദി പറയുന്നുണ്ട്. ലോക്സഭയിൽ ഭൂരിപക്ഷം നേടിയ ആദ്യ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ്. അതിന് മുൻപ് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നെങ്കിലും BJP ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോൺഗ്രസിന് ശേഷം 1984 രാജീവ് ഗാന്ധിക്ക് 404 സീറ്റിൻ്റെ ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനും ഒരു മുന്നണിക്കും കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടിയിരുന്നില്ല. അത് 2014 നരേന്ദ്രമോദിക്ക് 282 എന്ന നമ്പറിലേക്ക് എത്തിയ കാര്യമാണ് ഇവിടെ കേരള കൗമുദി ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം 2 തവണ കാലാവധി പൂർത്തിയാക്കുകയും 3-ാം തവണ അധികാരത്തിൽ വരികയും ചെയ്യുന്ന കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയാണ്. അപ്പോൾ എല്ലാം വ്യക്തമാണ്. ഗൗതം, വളരെ വേഗം ഈ ജന്മഭൂമിയിലെ എഡിറ്റോറിയലിനെ കുറിച്ച് കൂടി പറഞ്ഞു വെക്കണം. കാരണം ഈ പവർ കട്ടില്ലാതെ 10 വർഷങ്ങൾ എന്തിനീ തള്ളുകൾ എന്ന തലക്കെട്ടോടുകൂടി അവർ ഒരു വലിയൊരു കുറിപ്പ് തന്നെ എഴുതിയിട്ടുണ്ട്. അത് എങ്ങനെയാണ് നമ്മുടെ സർക്കാർ നൽകിയ ആ ഒരു PR പരസ്യം ഓർക്കുന്നുണ്ടാകും. എല്ലാ പത്രങ്ങളുടെയും മുൻ പേജ് അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. കോടികൾ ചെലവാക്കിയിട്ടുണ്ട് ആ പത്രപരസ്യത്തിന് വേണ്ടി. ആ ഒരു പത്രപരസ്യത്തിൽ ഒരുപാട് വാർത്തകൾ, അതായത് കഴിഞ്ഞ 10 വർഷം എങ്ങനെയായിരുന്നു അവർ മികച്ചതാക്കിയത് എന്നുള്ള രീതിയിൽ വാർത്തയാണോ പരസ്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പരസ്യമാണ് അവർ നൽകിയത്. ആ തള്ളുകൾ എങ്ങനെയാണ് പൊളിച്ചടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ ഒരു എഡിറ്റോറിയൽ വായിച്ചാൽ മനസ്സിലാകും. എങ്ങനെയാണ് ഇവർ ഈ ഒരു യഥാർത്ഥ വസ്തുതയെ വളച്ചൊടിച്ച് അത് അവർക്ക് അനുകൂലമാക്കി മാറ്റിയത് എന്നുള്ളതാണ്. എന്തായാലും സമയപരിമിതി ഉള്ളത് കൊണ്ട് വിശദമായി വായിക്കുന്നില്ല. ജന്മഭൂമിയുടെ എഡിറ്റോറിയലാണ്. പ്രേക്ഷകർ സമയം പോലെ അത് വായിക്കുക അല്ലേ? അതെ. എന്തായാലും നമ്മുടെ സമയപരിധി ഇന്നത്തെ പത്ര സെഗ്മെന്റ് അവസാനിക്കുന്നു.